ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ 5G വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻ്റ് ഒന്ന് ജനറലായിട്ട് സർവീസ് പറഞ്ഞുകൊണ്ട് ഓയിൽ ചെക്ക് ചെയ്യുക, നോക്കിയിട്ട് മാറ്റാം, കംപ്ലയിൻ്റ് ആണെങ്കിൽ മാറ്റാം. അതേപോലെ തന്നെ റണ്ണിങ്ങിൽ ഓഫായി പോകുന്ന കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് മിസ്സിങ് പോലെ കംപ്ലയിൻറ്റ് കാണിക്കുന്ന ദിവസം പറഞ്ഞാൽ. പിന്നെ ബ്രേക്ക് ചെക്ക് ചെയ്യുക, ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് കാണിക്കുന്നുണ്ട്, അപ്പോൾ അത് നോക്കാം. ഇത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കിയിരുന്നു. ഓടിച്ചു നോക്കിയിട്ട് വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി നിർത്തുന്ന സമയത്ത് വണ്ടി ഓഫായി പോകുന്ന കംപ്ലയിൻറ്റ് ഉണ്ട് നിലവിൽ കേട്ടോ. അപ്പോൾ നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നമ്മൾ നോക്കുമ്പോൾ ഇതുമേ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ്, കമ്പനി ഫിൽറ്ററല്ല. തന്നെയല്ല, അത് തന്നെയായാലും അത്യാവശ്യം പൊടി കയറിയൊരവസ്ഥയിലാണ്. അപ്പോൾ നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗും മാറ്റിയിടണം. അതേപോലെ തന്നെ കാർബേറ്റർ അസംബ്ലിയും കൂടി ഫുള്ളായിട്ടൊന്ന് അയച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യണം. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻ്റാണ്. റണ്ണിങ്ങിൽ നിൽക്കുമ്പോൾ ഓഫായി പോകുന്ന കംപ്ലയിൻറ്റ്, അങ്ങനത്തെ പ്രോബ്ലംസ് കാണിക്കണം. അതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എയർ ഫിൽറ്ററിൽ എയർ ഫിൽറ്റർ ചെയ്ത് കാർബേറ്റർ വഴി കയറി വരും. അത് പെട്രോളായിട്ട് മിക്സ് ചെയ്ത് ഹെഡിനകത്ത് പോയി കത്താം. അതാണ് ശരിക്കും നടക്കുന്ന ഫംഗ്ഷൻ. അപ്പോൾ ഈ എയർ ഫിൽറ്റർ ഡ്യൂപ്ലിക്കേറ്റൊക്കെ വരുന്ന സമയത്ത് എന്താ വെച്ചാൽ പൊടി കയറി പെട്ടെന്ന് ബ്ലോക്ക് ആവുകയും പെട്രോൾ കൺസപ്ഷൻ കൂടും. അതാണ് മെയിനായിട്ട് സംഭവിക്കുക. അപ്പോൾ നമ്മൾ ആ സെക്ഷൻ ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട്. നിലവിൽ നമുക്ക് ജനറലായിട്ട് പറഞ്ഞ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ് ഇല്ല. ഇത് അഡീഷണൽ നമുക്ക് ചെയ്യേണ്ടി വന്ന വർക്കാണ് കേട്ടോ. അപ്പോൾ കാർബേറ്റർ കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ അയച്ച് ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട്. അത്യാവശ്യം അഴുക്കുണ്ട് അതിൻ്റെ ഉള്ളിൽ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഈ കാർബേറ്ററിനകത്ത് പറഞ്ഞാൽ ഈ സ്ലോ ഐഡ്ലിങ്ങിൽ നിൽക്കാൻ സഹായിക്കുന്ന ജെറ്റാണത്. അത് നല്ല രീതിയിൽ ബ്ലോക്ക് കാണിക്കുന്നുണ്ട്. നമുക്ക് ക്ലീൻ ചെയ്ത് നോക്കാം. നടപടി ആയില്ല എന്നുണ്ടെങ്കിൽ മാത്രം സ്ലോ ജെറ്റ് നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗം നോക്കുമ്പോൾ അതിൻ്റെ ഈ സൈഡിൽ ഒരു ചെറിയ ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഓയിൽ ലീക്കായിട്ട് പൊടി പിടിച്ചൊരവസ്ഥയിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കൈയോടെ നമുക്ക് അതിൻ്റെ ഓയിൽസിൽ മാറ്റാം. പിന്നെ അത്യാവശ്യം ആ ബെൽറ്റും ക്ലച്ചൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അതൊക്കെ ഒന്ന് എയറടിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. കിക്കറിൻ്റെ വീല് ഒക്കെ ഒന്ന് ഗ്രീസ് ചെയ്തിടാം. നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യം വന്ന സമയത്ത് കിക്കർ അടിക്കും, അല്ലെങ്കിൽ ടൈറ്റായിട്ട് ജാമായി നിൽക്കും. പിന്നെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അതടങ്ങുന്ന ഒരു യൂണിറ്റാണ്. നിലവിൽ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. വേറെ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. അവ എയർ അടിച്ചൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെയാണ് ക്ലച്ച് വെയിറ്റ് സെറ്റ് വന്ന യൂണിറ്റ്. ക്ലച്ചിൻ്റെ CVT ക്ലച്ചിൻ്റെ മെയിൻ ഒരു പാർട്ടാണ്. അത് നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. ഇത് നമ്മൾ ഓരോ 10,000 കിലോമീറ്ററും നിർബന്ധമായിട്ടും ഗ്രീസിങ് നടത്തേണ്ട പാർട്ടാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ടും കൂടിയാണ് ജനറൽ സർവീസിൽ ആഡ് ചെയ്ത് നമ്മൾ അതിൻ്റെ ഭാഗം കൂടിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നത്. പിന്നെ ബ്രേക്ക് കുറവിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്ക് ബ്രേക്ക് നോക്കുമ്പോൾ കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ഇതിനകത്ത്. നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് നോക്കാം. നടപടി ആയില്ലെങ്കിൽ മാത്രം നമുക്ക് ബ്രേക്ക് ലൈനർ മാറ്റേണ്ടി വരും കേട്ടോ. പിന്നെ ടയറൊക്കെ അത്യാവശ്യം നല്ല കട്ടയുള്ള ടയറാണ്, കുഴപ്പമൊന്നുമില്ല. ശരിക്കും നമുക്കിത് വന്നത് കമ്പനി മോഡൽ യൂസ് ചെയ്യണതാണ് കുറേ കൂടി ബെറ്റർ കേട്ടോ. സാപ്പർ മോഡൽ എന്ന് പറയും. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ കിടക്കുന്ന മോഡൽ തന്നെയാണ് നമുക്ക് ബാക്കിലും യൂസ് ചെയ്യേണ്ടത്. അപ്പോഴാണ് വണ്ടി ഓടിക്കാൻ നമുക്കൊരു സ്മൂത്ത്നെസ് കിട്ടുള്ളൂ. പിന്നെ അതേപോലെ നമുക്ക് ഈ ഭാഗത്തേക്ക് ചോക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. ചോക്ക് കേബിളൊക്കെ ഓക്കെയാണ്. ആക്സിലേറ്റർ കേബിൾ നോക്കുമ്പോൾ നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട്. തന്നെയല്ല പ്ലേയും കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ആക്സിലേറ്റർ കേബിൾ മാറ്റിയിടാനായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്തിരിക്കുന്ന ആയിട്ടുള്ളൂ. അപ്പോൾ അത് മാറ്റിയിടാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് കുഷൻ അസംബ്ലിയുടെ ആ റബ്ബർ ബുഷ് അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ കാണിച്ചു തുടങ്ങി ഈ സൈഡിൽ. ഇവിടെയൊക്കെ നോക്കുമ്പോൾ അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. ലിങ്ക് ബുഷൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിടാം. ബ്രേക്കിൻ്റെ ഈ ഒരു കേബിൾ അടുത്ത സർവീസിൽ നമുക്ക് മാറ്റേണ്ടി വരും കേട്ടോ. ചെറുതായിട്ട് ഔട്ടർ വലിച്ച് തുടങ്ങിയിട്ടുണ്ട്. തൽക്കാലം ഈ സർവീസ് ഇങ്ങനെ പോട്ടെ. നെക്സ്റ്റ് സർവീസിൽ നമുക്ക് മാറ്റിയാൽ മതി. ഫ്രണ്ട് ടയറും അത്യാവശ്യം കട്ടയുണ്ട്, ഉപയോഗിക്കാനുണ്ട്, കുഴപ്പമൊന്നുമില്ല. ക്ലീൻ ചെയ്ത് കയറ്റാം. ബ്രേക്ക് ലൈനർ നല്ല ലൈനറാണ്. പിന്നെ നമ്മൾ ബാറ്ററി ടെസ്റ്റ് കാര്യങ്ങൾ കൂട്ടത്തിൽ ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കണ 12 വോൾട്ട് 4 ആമ്പിയർ വരുന്ന ബാറ്ററിയാണ്. അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.95 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴായാലും ബാറ്ററി ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിക്കണത്. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞിരുന്നത്. അത്യാവശ്യം ഒരുവിധം നല്ല രീതിയിൽ തന്നെ കളർ ചേഞ്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഓയിൽ ചേഞ്ച് കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റി വിടുന്നുണ്ട് കേട്ടോ. കാരണം അത് എത്ര കൃത്യമായിട്ട് ഓടിയെന്നുള്ള നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. കളർ നോക്കിയിട്ട് 100% ഓയിലിൻ്റെ ക്വാളിറ്റി നമുക്ക് പറയാനും പറ്റില്ല. തന്നെയല്ല അത്യാവശ്യം അഴുക്കായിട്ടുണ്ട്, അതുകൊണ്ടാണ് മാറ്റുന്നത് കേട്ടോ. പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗും എയർ ഫിൽറ്റേഴ്സും പറഞ്ഞിരുന്നു. നമ്മൾ ആ കൂട്ടത്തിൽ കൂടെ അതുകൂടി ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഇത്ര ഭാഗങ്ങൾ ഉൾപ്പെടുത്തി. അതായത് എഞ്ചിൻ ഓയിലും എയർ ഫിൽറ്റർ, പ്ലഗ്, അതേപോലെ തന്നെ കാർബേറ്റർ ഒന്ന് ക്ലീൻ ചെയ്യാം. ആവശ്യമാണെങ്കിൽ നമുക്ക് സ്ലോ ജെറ്റ് എടുക്കേണ്ടി വരും. ആക്സിലേറ്ററിൻ്റെ ഈ കേബിൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിൽ ഗ്രീൻ ബുഷ്, ഇത്രയും ഭാഗം ഉൾപ്പെടുത്തി നമുക്കൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് തരാം. ഒരു പക്ഷേ നമുക്ക് ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ, ബ്രേക്ക് ഷൂ ചിലപ്പോൾ എടുക്കേണ്ടി വന്നേക്കും. അത് നമ്മൾ ഒന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഒന്ന് ഓടിച്ച് നോക്കാം. ബ്രേക്ക് കംഫർട്ട് അല്ലെങ്കിൽ മാത്രം നമുക്ക് അഴിച്ച് മാറ്റാം കേട്ടോ. ഇത്രയും ഭാഗം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി.